മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തെളിവ് ആ വ്യക്തി അനുകമ്പാപൂർണനായ ഒരു വ്യക്തി ആയിരിക്കും, നിസ്വാർത്ഥനായ ഒരു വ്യക്തിയായിരിക്കും, മറ്റുള്ളവരെക്കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തി ആയിരിക്കും. പരിശുദ്ധാത്മ നിറവിൻ്റെ അടയാളമാണ് അത്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു ജനാവലിയെ കണ്ടപ്പോൾ ഈശോയ്ക്ക് വലിയ തീക്ഷ്ണത തോന്നിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈശോയ്ക്കൊരു അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയമായിരിക്കും തോന്നുന്നത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നുള്ള ഭയമാണ് ഉണ്ടാകുക. പക്ഷേ അതൊന്നുമല്ല ഈശോയ്ക്ക് തോന്നി. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മ നിറവ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പരസ്പര അനുകമ്പയുള്ളവരായി വർത്തിക്കുകയാണെങ്കിൽ എന്തൊരു ഫലഭൂയിഷ്ടമായിരിക്കും നമ്മളുടെ ജീവിതം, എത്ര നന്മ നിറഞ്ഞതായിരിക്കും നമ്മളുടെ ജീവിതം. ഭർത്താവിന് ഭാര്യയോട് അനുകമ്പ തോന്നുന്നു. അതോടുകൂടി അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെയാവുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അനുകമ്പ തോന്നുന്നു. അതോടുകൂടി ഭാര്യയുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോകുന്നു. മക്കൾക്ക് മാതാപിതാക്കളോട് അനുകമ്പ തോന്നുന്നു. മാതാപിതാക്കൾക്ക് മക്കളോട് അനുകമ്പ തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ പിശാച് മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ അനുകമ്പയുടെ, കാരുണ്യത്തിൻ്റെ അരൂപിയെയാണ്. പരസ്പരം അനുകമ്പയുള്ളവരായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈശോയുടെ അനുകമ്പ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.